ഹലോ ഫ്രണ്ട്സ്, ദ ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാക്കറ്റ് ഉപ്പല്ല, പകരം പ്രകൃതിയിൽ നിന്ന് തന്നെ ഞാൻ വാരിക്കൊണ്ടുവന്ന കുറച്ച് ഉപ്പ് പരലുകളാണ്. ഇതിന് മുകളിൽ നിറച്ചും പൂഴിയാണ്. ഇവ നേരിട്ട് സംഭരിക്കാൻ കഴിയുന്ന ഒരേയൊരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതാണ് കച്ച് എന്ന മനോഹര സ്ഥലം. നമുക്കിന്ന് മനോഹരമാണെങ്കിലും കടൽ വറ്റിപ്പോയ ഒരു സ്ഥലമാണ്. എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. എനിക്ക് വളരെ ആഗ്രഹം ഉള്ളൊരു സ്ഥലമായിരുന്നു കച്ച് കാണാൻ. അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ ചേച്ചിയും മകനും അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ കച്ച് എന്ന അത്ഭുത ലോകം കാണാൻ വേണ്ടി എത്തി. ഇത് കച്ചിലേക്കുള്ള യാത്രയാണ്. അല്പം വെള്ളം, അതായത് ഡിസംബർ ലാസ്റ്റ് ജനുവരി മാസമാകുമ്പോൾ വെള്ളം പൂർണ്ണമായും വറ്റില്ല. അത് കഴിഞ്ഞാൽ മുഴുവനും വറ്റിത്തരും. ഇത് രണ്ട് ഭാഗവും നടുക്കൂടെ റോഡ് പിന്നീട് ഉണ്ടാക്കി. രണ്ട് സൈഡും കടൽ വറ്റിയ കാഴ്ചകളാണ് ഇത് മുഴുവനും. നോക്കെത്താ ദൂരത്ത് കിലോമീറ്ററുകളോളം കടൽ വറ്റിയ കടൽ മാത്രം, വേറൊന്നും ഉണ്ടാവില്ല. ഒരു ഷോപ്പ്, ഒരു മനുഷ്യൻ, ഒന്നുമില്ല. ജനവാസ മേഖലയല്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാനൊക്കെ ഉണ്ട്, ഇപ്പോൾ സമയമില്ല. അങ്ങനെ ഒടുവിൽ കച്ചിലെത്തി. കച്ചിൻ്റെ ഇതൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമൊക്കെ ഇടയ്ക്കിടെ ഭൂകമ്പം ഉണ്ടാകുന്ന, ഇന്ത്യയിൽ എപ്പോഴും ഭൂകമ്പം മുകൾ ഭാഗത്തുണ്ടായാൽ അവിടെ പറയുന്ന പ്രഭവ കേന്ദ്രമാണ് ഗുജറാത്തിലെ കച്ച്. ആ കച്ചാണിത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ വരുന്ന ചെറിയ വീഡിയോസിലിടാം. അങ്ങനെ സ്വപ്ന സാക്ഷാത്കാരമായ ഒരു കച്ചിലെ കാൽവയ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കടൽ വറ്റിത്തീർന്ന സ്ഥലം. എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. ഇതൊക്കെ കടൽ വറ്റി. ഞങ്ങൾ കാല് വെച്ചാൽ അവിടെ അല്പം വെള്ളമുണ്ടാവും അടിയിൽ. അത് കുറച്ച് കഴിഞ്ഞ് കാലെടുത്ത് ആ വെള്ളം കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ അത് വറ്റി ഉപ്പ് പരലുകളായി മാറുന്നൊരു കാഴ്ച. അതാണ് കച്ച്. പിന്നെ എല്ലാവരും അവിടെ കാത്തിരിക്കുന്നത് അവിടുത്തെ അസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവസാനം ഞങ്ങളും ആ കാഴ്ചയിൽ സാക്ഷികളായി. ഈ കാണുന്നത് കടൽ ജലം അല്പം മാത്രമേ ഉള്ളൂ. അതിമനോഹരമായ കച്ചിലെ സൂര്യാസ്തമയ കാഴ്ചകൾ ഒന്നും വിവരിക്കാനാവില്ല. അത്രക്കും ഭംഗിയുള്ള, സൂര്യൻ എവിടെ കടലിലേക്ക് താഴുമെന്നില്ല, ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച. താങ്ക്സ് ഫോർ വാച്ചിങ്.